റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തറ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ഹലോ മാരാരാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ മിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റുമോ? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീം പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എല്ലാരും വിളിച്ചു. വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്. ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്, അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. നീ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ ഒന്നും നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. വിനു എന്താടാ സാറിന്റെ അച്ഛനെ വിളിച്ചതാ. ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ ഒന്നെനിക്ക് പനി, രണ്ട് പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്ത. ജിൻഡോയുടെ PR ചെയ്തവനാണ് പറഞ്ഞത്. നീ ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ. ജിൻഡോയുടെ നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ അരീഷ് നോട്ട് പിടിക്കുന്നത്? അതോ അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ആണോ അല്ലയോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഒരു 6-6 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. വിളിച്ച് സംസാരിക്കുന്നത് എന്നെ വിളിച്ച് സംസാരിക്കാതെ. വാപ്പ നിന്റെ നന്ദനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ നന്ദക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. എന്തായാലും പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത്. നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാവരുടെ കാലയിൽ വീണ് അതോടെ അടി നിർത്തി, പിന്നെ ചവിട്ടു തുടങ്ങി. ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കട്ടെ? അളയെ നിൽക്ക, ഞാൻ കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ പൈസ വാങ്ങിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞു. ഇനി നീ എങ്ങാനും ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ ഞാൻ ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? അനിയ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിന്റെ തന്തയ്ക്ക് വിളിക്കാൻ നിന്നെ പറയണത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ. ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറഞ്ഞു തൊലക്ക്. നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ. നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലാണ്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ.
അല്ലെങ്കിലല്ല. അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞ ആ PR നീ എന്നിട്ട് ഉരുളെന്ന് അഖിലെ, നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഈ ഉരുളെന്ന്? വീണെടുത്ത് കിടന്ന് ഉരുളല്ലടാ മോനെ. നീ വലിയ ഗുണ്ടല്ലേ എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ച് പോയാ എന്തോ. കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ തന്നെ അല്ലടാ നിന്നോട് ഞാൻ തുടങ്ങുന്നിട്ടേ പറയുന്നത്. അതല്ലേ ഹിമാൽ എന്നോട് പറഞ്ഞു നമ്മൾ ആദ്യം കണ്ടത് നിന്റെ വിനു എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്തവൻ എന്നോട് പറഞ്ഞ എന്നാ ഞാൻ പറയുന്നു അനുമോളുടെ കൂടെ ഉള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ പറയാമോ? ഇന്നലകളിൽ എന്തൊക്കെ കാണിച്ചാണ് 4 പേര് മുമ്പിൽ അറിഞ്ഞു വന്നു. അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ? ബിഗ് ബോസിൽ നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? അത് ചേട്ടൻ കലക്കി. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല. കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. മനസ്സിലാണ്? നീ എന്റെ പാസ് എടുത്തിടുന്നേ. നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. അഖില നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടെ. എന്റെ ഫ്രണ്ടാ വളരെ പ്രകാശന്റെ പിടിപിടി. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. എല്ലാ മുത്തുമണിയെന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ. തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഈ ഉഡായിപ്പ് ക്രിപ്റ്റോയും ഉഡായിപ്പ് ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ. എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. അതിനിടയിൽ കൂടെ അഡ്ജസ്റ്റ്മെന്റ്. എടാ നീയില്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നേ. അതിങ്ങനെ ചർച്ച ആയിക്കോളൂ ഒരു സൈഡിൽ നിന്ന്. നാണം കെട്ട പരിപാടിയല്ല അഖിലെ. ഓടാ കൊച്ചിനെ കളരി പലതും കണ്ടവനായി വെണ്ടറ്. വേറെ വല്ല നമ്പർ കൊണ്ട് ഇറക്കി വിട്. നീ PR ചെയ്തു എങ്ങനെ നാട്ടുകാരെ പറ്റിക്കലാവുന്നേ? അല്ലല്ല PR വിഷയം മാറ്റല്ലേ, തളരല്ലേ മാരാറേ, വിഷയം മാറ്റല്ലേ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാ. ഇപ്പം പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കേ. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറ. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ വെറുതെ തള്ളിയിട്ട് പോയതാ. പണം വാങ്ങി നീ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് ജിൻഡോയെ കൂട്ട് പിടിച്ചതെന്ന് ജിൻഡോയുടെ PR ചെയ്ത വിനുവാണ് എന്നോട് പറഞ്ഞത്. അഖിൽമാരാന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അതിലെന്ത് സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ. അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ. അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അരിശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ചാ കളി പഠിപ്പിക്കും. ഇറങ്ങി